എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് മാപ്പിംഗ്സ് വിച്ച് ആർ നോട്ട് 1 ഓൺ എ സെറ്റ് എ ഈക്വൽ ടു എ ബി സി ഡി ഈസ്. എങ്ങനെയാണ് നമ്മൾ കാണുക? അതായത് എത്ര മാപ്പിംഗ്സ് ഉണ്ടാവും ശരിക്ക്? നമ്പർ ഓഫ് മാപ്പിംഗ്സ് എങ്ങനെയാവും? അതായത് ഇതില് 4 അംഗങ്ങളാണ് ഉള്ളത് അല്ലെ? അപ്പോൾ n അംഗങ്ങളാണ് വെച്ചെങ്കിൽ n⁻n മാപ്പിംഗ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ 4 ആവുമ്പോ 4⁴. അപ്പൊ നമ്പർ ഓഫ് മാപ്പിംഗ്സ് എത്രയാണ്? നമ്പർ ഓഫ് മാപ്പിംഗ്സ് എന്ന് പറയുന്നത് 4⁴. ആകെ ഉള്ളത് 4⁴ മാപ്പിംഗ്സ് ആണ്. അതായത് 256 വരും അല്ലെ? 4 16 16 4 64 64 4 256. ഇനി ഇതില് 1 അല്ലാത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 മാപ്പിംഗ് എത്ര എണ്ണം ഉണ്ടാവും നോക്കൂ. 1 മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പിംഗ്സ് എത്ര എണ്ണം ഉണ്ടാവും നോക്കൂ. അതായത് ഇവിടെ ഒരു എ എന്ന് പറയുന്നതും ഇവിടെ ബി എന്ന് പറയുന്നതും എയും ബിയും സെയിം ആണ് അല്ലെ? എ ബി സി ഡി. ഇവിടെയും എ ബി സി ഡി. അപ്പൊ നമ്മൾ നോക്കുമ്പോ 1 മാപ്പിംഗ് ആവണമെങ്കിൽ ഈ എയിൽ നിന്ന് ഒരു പ്രതിബിംബം ബിയിൽ ഉണ്ടാവണം. ഒരേ ഒരു പ്രതിബിംബം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് 1 ആവണത് അല്ലെ? അപ്പൊ എങ്ങനെയാണ്? എയിൽ നിന്ന് എയിലേക്ക് ഒരു മാപ്പിംഗ്സ് വരാം, അല്ലെങ്കിൽ എയിൽ പിന്നെ ബിയിൽ നിന്ന് ബിയിലേക്ക്, സിയിൽ നിന്ന് സിയിലേക്ക്, ഡിയിൽ നിന്ന് ഡിയിലേക്ക്. പക്ഷെ ഈ എയിൽ നിന്ന് എയിലേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എത്ര മാപ്പിംഗ്സ് എടുക്കാൻ പറ്റും? അതായത് എത്ര തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? എയിൽ നിന്ന് ഈ 4 എണ്ണത്തിലേക്കും ചെയ്യാൻ പറ്റും. അപ്പൊ 4 വിധത്തിൽ ചെയ്യാൻ പറ്റും അല്ലെ? പിന്നെ ബിയിൽ നിന്നാവുമ്പോഴോ ബിയിൽ നിന്നും 4 വിധത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എയുടെ ഒരെണ്ണം മാറ്റി നിർത്തിയിട്ടല്ലേ ബിയിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബിയിലുള്ളത് ബാക്കി 3 എണ്ണത്തിന്റെ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ 4 × 3 ഇനി സിയിലുള്ളതോ ബാക്കി 2 എണ്ണത്തിന്റെ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ 2 × ലാസ്റ്റിലുള്ളത് 1 ഉള്ളൂ. അപ്പൊ 4 3 12 12 24 24 പോസിബിലിറ്റി ആണ് 1 മാപ്പിംഗ്സിന് ഉള്ളത്. അപ്പൊ ഇതില് നമ്പർ ഓഫ് മാപ്പിംഗ്സ് വിച്ച് ആർ നോട്ട് 1 എന്ന് പറഞ്ഞാൽ ഈ 256 ഏത് കുറച്ചാ മതി? 24 കുറച്ചാ മതി. അപ്പൊ എത്രയാണ്? അതായത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് വരിക? 232 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാം. താങ്ക് യു.